നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വെളിച്ചം പകരാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചം നിങ്ങൾക്ക് ജീവിതപാതയിൽ തുണയാകും. നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ശ്രമം നിർത്തുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വയം ശാന്തമായിരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റ് അതിന്റെ സമയമാകുമ്പോൾ കടന്നുപോകും. കഴിയുമെങ്കിൽ ഒരു പുഞ്ചിരി നൽകുക. സ്നേഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഇരുളിൻ അകപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കഴിയും വിധം വെളിച്ചം നൽകുക. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാം സ്വയമേ ആരംഭിക്കുക. എത്ര മോശം ജലത്തിലും താമര വിരിയുന്നു. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മൂല്യങ്ങൾ ഉള്ളയാളുകൾ എവിടെ പോയാലും മലിനമാകുകയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോകുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രമുള്ളതാകരുത് നമ്മുടെ ജീവിതം. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കരുത്. അത് സ്നേഹബന്ധമായാലും സൗഹൃദമായാലും അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തികളെ ഒരിക്കലും മറക്കരുത്. ക്ഷമിക്കുകയും അരുത്. അവരോട് വൈരാഗ്യമോ പകയോ മനസ്സിൽ വയ്ക്കാനും പാടില്ല. ചിന്തകളുടെ ശക്തി തിരിച്ചറിയാതെ പോകരുത്. ഓരോ ദിവസവും നാം എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നാം അതായി മാറും. ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾ അവൾക്ക് തുല്യരല്ല എന്ന തോന്നലിലാണ്. വിഡ്ഢികളോട് വാദപ്രതിവാദം നടത്തുന്നത് നിങ്ങളുടെ കവിളിലെ കൊതുകിനെ അടിക്കുന്നതിന് തുല്യമാണ്. അത് ചാകുമോ ഇല്ലയോ എന്നത് സംശയമാണ്. എന്നാൽ നിങ്ങൾക്ക് വേദനിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ഓർക്കുക. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെല്ലാം മറക്കുക. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുക. ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാകും. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നത് പ്രശ്നങ്ങളുടെ സങ്കീർണത കൊണ്ടല്ല, അവ കൈകാര്യം ചെയ്യുന്നവരുടെ അയോഗ്യത കൊണ്ടാണ്. പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നമ്മുടെ വിധികർത്താക്കളാകും. നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്തു പറയുമെന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. ഒരാൾ ജീവിതത്തിൽ സമ്പന്നനാകുന്നത് അയാളുടെ കൈവശം എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പകരം കയ്യിൽ ഒന്നുമില്ലാതെ തന്നെ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹൃദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രം അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോട് സുഹൃത്തായിരിക്കുക. വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാലത്തെ പഴിചാരാതെ നന്മകൾ മാത്രം ചെയ്യുക. നമ്മളെ സഹായിച്ചവരോട് നന്ദിയുള്ളവരാകുക. സഹായം നൽകിയവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം, ദുഃഖിക്കണം, നഷ്ടങ്ങൾ ഉണ്ടാകണം. കാരണം വിജയമറിയാൻ പരാജയപ്പെടണം, നേട്ടത്തിനായി നഷ്ടപ്പെടണം, ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം. ചിന്തകളും പ്രവൃത്തികളും മഹത്തരമെങ്കിൽ സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരുടെ മനസ്സുകളിൽ ജീവിക്കും. വെളിച്ചമുള്ളിടത്തു നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. ജീവിതമെല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും.
ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സന്തോഷിക്കുന്ന വഴിയിൽ ഒരു തടസ്സമാവാതെ മാറി നിൽക്കാനെങ്കിലും ശ്രമിക്കുക. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളാണ് ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ്. വലിയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം പലപ്പോഴും തോൽവിയിൽ അവസാനിച്ചേക്കാം. അത്തരം അവസ്ഥകളിൽ ആ അനുഭവ പാഠങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നാം നേടിയിരിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും. ഈ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അഭിപ്രായം മാത്രം പറയുന്നവരായി മാറരുത്. ഉദാഹരണമായി മാറുക. പ്രവർത്തിക്കാനും സ്വയം നവീകരിക്കാനുമുള്ള മനസ്സ് നേടിയെടുക്കുക. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ ധൈര്യം നമ്മുടെ മനസ്സിലാണ്. നമ്മളെക്കാൾ നമ്മുടെ മനസ്സ് അറിയുന്നവരായി വേറെ ആരുമില്ല. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളതാണ്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തളരാതെ അതിൽ നിന്നും ശരിയായ വഴികൾ വികസിപ്പിച്ചെടുക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, എന്നാൽ യാഥാർത്ഥ്യത്തിന് നിങ്ങളെ മാറ്റാനാകും. കർമ്മയാണ് എല്ലാത്തിലും വലുത്. അത് ഒരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്കതിന്റെ ഫലം ലഭിച്ചിരിക്കും. സ്വന്തം ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തരുത്. സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനാവില്ല. ജീവിതം ഇരുളടയുമ്പോൾ മാത്രമേ നാം വെളിച്ചത്തിനായി അന്വേഷണം തുടങ്ങുകയുള്ളൂ. എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്നവന് ഏതൊരു സാഹചര്യത്തിലും ഭയപ്പെടേണ്ടി വരില്ല. വിശ്വാസം എന്നത് ഊതി വീർപ്പിച്ച ബലൂണാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിത്തകരാം. പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കേ വിജയിക്കാൻ കഴിയൂ. പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർക്ക് വിജയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവകാശമില്ല. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. സ്വയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സ്വയം ജീവിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ മറന്നുപോകും. നമസ്കാരം സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.